ഹായ് ഡിയേഴ്സ്, ക്രിയേറ്റീവ് വൈബ്സ് വിത്ത് സന്ധ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സന്ധ്യ. അപ്പോൾ ഇന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് 1/4 ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുക്കുന്നുണ്ട്. 1 ഏലക്ക കൂടി എടുത്തിട്ട് ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല പൊടിച്ചതിന് ശേഷം ഇതുകൂടി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നെയ്യ് വേണം. 3 സ്പൂണ് നെയ്യ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറയരുത് കേട്ടോ. 3 സ്പൂണിൽ കുറയാൻ പാടില്ല. അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ കുറയരുത് കേട്ടോ. അപ്പം നമുക്കിതെല്ലാം കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ച് കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് ഒരു കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ദാ ഈ ഒരു പരുവമായി കിട്ടിയിട്ടുണ്ട്. ഇത് അധികം സോഫ്റ്റ് ആവില്ല കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആകും. അപ്പോൾ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 15 മിനിറ്റ് നേരം, 15ഓ 20ഓ മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കില്ലേ, അതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാവുന്നതാണ്. ഇത് പരത്തുന്ന ടൈമിൽ അധികം സോഫ്റ്റ് ആവില്ല കേട്ടോ. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അധികം അങ്ങ് സോഫ്റ്റ് ആകില്ല. ഈ ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം കേട്ടോ. മൈദ ആയി കഴിയുമ്പോൾ അത്ര ഹെൽത്തി അല്ല. അതുകൊണ്ടാണ് ഞാൻ മൈദ എടുക്കാതിരുന്നത്. അതിനുശേഷം നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ഒട്ടിയൊന്നും പിടിക്കില്ല കേട്ടോ. ഇത് നല്ല വിട്ട് വരും. നമ്മളധികം വെള്ളം ഒഴിക്കാത്തത് കാരണം അങ്ങനെ ഒട്ടിയൊന്നും പിടിക്കില്ല. നെയ്യ് കൂടി ചേർക്കുന്നത് കാരണം ഇങ്ങനെ ഒട്ടിയൊന്നും പിടിക്കില്ല. നല്ല എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് ആദ്യം ഇടുന്ന സമയത്ത് നല്ല തീ കൂട്ടി വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തീ കുറച്ച് വെക്കണം. നല്ല തീ കൂട്ടി ഇട്ടിട്ട് കുക്ക് ചെയ്യുന്ന ടൈമിൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല കൂട്ടിയതിന് ശേഷം അതൊന്ന് കുറച്ചതിന് ശേഷം വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്സാണ് കേട്ടോ. ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല ഒരു സ്നാക്സ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇത് കോരിയെടുക്കുന്ന ടൈമിൽ ഇത് ക്രിസ്പി ആയിട്ട് തോന്നില്ല കേട്ടോ. ഇതൊരു തണുത്തതിന് ശേഷമാണ് ഇത് ക്രിസ്പി ആകുക. ഇതെല്ലാം നമുക്ക് കോരിയെടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എല്ലാ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഒരു സ്നാക്സാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എന്നെ അറിയിക്കുകയും വേണം. നല്ല നല്ല വീഡിയോയുടെ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ.